ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി താട്ടത്തമ്യാലിൽ. എന്നോട് അറിയാതെ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഞാൻ അറിയാതെ ഒരു മറുപടി പറഞ്ഞു. ആ മറുപടി പറയുന്നത് കേട്ടിട്ട് ഒത്തിരി പേര് പിന്നെ എന്നോട് കുറേ ചോദ്യം ചോദിച്ചു. അതിൻ്റെ മറുപടിയായിട്ടാണ് ഈ വീഡിയോ. ഒരുപാട് പേരുണ്ടല്ലോ എന്നോട്, എൻ്റെ ഹസ്ബൻഡിന് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്, എൻ്റെ വൈഫിനുണ്ട്, അങ്ങനെ എൻ്റെ ലവറിനുണ്ട്, എൻ്റെ പാർട്ട്ണറിനുണ്ട്, അങ്ങനെ ഒത്തിരി 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 എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ആ വീഡിയോ ഇട്ടത്. അത്രയും കമൻസും അത്രയും റിപ്ലൈസും വന്നിട്ടുണ്ട്. മാത്രമല്ല, പലർക്കും അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണ്ട എന്നൊരു ഓപ്ഷനും കൂടെ ഞാൻ കൊടുത്തപ്പം കംപ്ലീറ്റ് ഔട്ട്, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒത്തിരി പേര് എന്നോട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിതിലൊരു എക്സ്പേർട്ട് അല്ല. ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ല. ഞാനതൊന്നും പഠിച്ചിട്ടുമില്ല, ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. ഇനി മുമ്പോട്ട് പഠിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും എൻ്റെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. 2-3 പേര് എന്നെ പേഴ്സണലി ഒക്കെ ടെലഗ്രാമിലും വാട്സപ്പിലും ഒക്കെ എന്നെ കണ്ടുപിടിച്ച് എന്നെ പുറകെ നടന്ന് ഫോൺ വിളിച്ച് എന്നോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അവരോടൊക്കെ സംസാരിച്ചതിൽ നിന്ന് 2-3 പേരോട് സംസാരിച്ചുള്ളൂ, ബാക്കിയുള്ളവരോടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ അല്ല, പകരം എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം എന്ന് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുവാണ്. ഓക്കെ, കാര്യം തീരുമാനിക്കേണ്ടത് അൾട്ടിമേറ്റ്ലി അന്തിമ തീരുമാനം നിങ്ങളുടേതാണ്, എൻ്റെതല്ല. എൻ്റെ പേരും പറഞ്ഞ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകും വേണ്ട. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് സജഷൻസ് തരുവാണ്. എൻ്റെ സജഷൻസ്, എൻ്റെ ഗൈഡ് ലൈൻസ് യൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ചിലപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തീരെ ദഹിക്കില്ലായിരിക്കും, ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫുള്ളി ആക്സെപ്റ്റബിൾ ആയിരിക്കും. എൻ്റെ ഒരു ഇൻറ്റൻഷൻ ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ എൻ്റെ ഒരു ജനറൽ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പീസ്ഫുള്ളായിട്ട് സന്തോഷത്തോടെ ഒരു ഹാപ്പി എൻഡിങ്ങിലോട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും എൻ്റെ മറുപടി. നിങ്ങൾക്കൊരു ഹാപ്പി എൻഡിങ് വേണ്ട എന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സൂറ്റബിൾ ആവാൻ ചാൻസ് ഇല്ല. പക്ഷേ വേണമെങ്കിൽ കണ്ടോണ്ടിരിക്കാം, അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ പാർട്ട്ണറിനോട് ക്ഷമിക്കണോ? അത് ഭാര്യയാവാം, ഭർത്താവാം, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പാർട്ട്ണർ തോന്നട്ടെ. നിങ്ങളുടെ ആരാണെങ്കിലും എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത്. പാർട്ട്ണറിനോട് ഞാൻ ക്ഷമിക്കണം. ഇതിൽ എനിക്ക് പറയാനുള്ള മറുപടി, ദർ ഇസ് നോ വൺ സൈസ് ഫിറ്റ്സ് ഓൾ. ഇതുമായിട്ട് ബന്ധപ്പെടാത്ത എന്നാൽ ഇതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. നോക്ക്, ഓരോരുത്തരുടെ പെയിൻ ടോളറൻസ് ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും, ശരിയല്ലേ? പലർക്കും പല രീതിയിലായിരിക്കും വേദന സഹിക്കാൻ പറ്റുക. ചിലർക്ക് വലിയ വേദന പോലും ഒരു വിഷയമല്ല. എൻ്റെ കൊച്ച് അതിനൊരു എക്സാമ്പിളാണ്, എൻ്റെ ഹസ്ബൻഡ് അതിനൊരു എക്സാമ്പിളാണ്. അവർക്ക് വലിയ വേദനകളൊന്നും ഒരു പ്രശ്നമല്ല. എൻ്റെ കൊച്ചിന് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവൾ ഓക്കെ, അവൾക്കൊരു പ്രശ്നമില്ല, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. എന്നാൽ ഞാനാണെങ്കിലോ, ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അയ്യോ എനിക്ക് വേദന എടുക്കുന്നേ എന്ന് ഞാൻ പറയും. ദിസേട്ടനും അതുപോലെ തന്നെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വേദനയൊക്കെ സഹിക്കാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം ഞാൻ മോശമാണെന്നോ ദിസേട്ടൻ നല്ലതാണോ എന്നും അല്ല. ഓരോരുത്തരുടെ ടോളറൻസ് ലെവൽ ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മളത് മാനേജ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ പെയിൻ ടോളറൻസ് ലെവൽ കുറവായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് മാക്സിമം അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കും, എനിക്ക് മാക്സിമം വേദനകൾ വരാതിരിക്കാൻ ശ്രമിക്കും. അപ്പം ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടും എനിക്ക് വേദന സഹിക്കാനുള്ള കപ്പാസിറ്റി കുറവാണെന്ന് മനസ്സിലായതുകൊണ്ടും ഞാൻ അതിനുള്ള പല കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ എൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു എനിക്ക് എപ്പിഡ്യൂറൽ വേണമെന്ന്, കാരണം എനിക്കറിയാം എനിക്ക് വേദന ഒരുപാട് സഹിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്ക് ഓരോ രീതിയായിരിക്കും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്ഷമിക്കുന്ന കഴിവ് അത് പലർക്കും പല ലെവലായിരിക്കും. നമുക്ക് വേദന എന്തുമാത്രം സഹിക്കാൻ പറ്റുമോ അതുപോലെ ക്ഷമയും, പലർക്ക് നല്ല ക്ഷമയുണ്ടാവും, ചിലർക്ക് തീരെ ക്ഷമയുണ്ടാവില്ല, ചിലർക്ക് തെറ്റുകളൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളവരും ഉണ്ടാവും. ഇവിടെയും ഞാനൊരു പോയിന്റും കൂടി ക്ലിയർ ആക്കാനുണ്ട്. എല്ലാ കാര്യത്തിലും, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിലും സൊസൈറ്റൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ ചില തെറ്റുകൾ വലിയ തെറ്റാണെന്നും ചില തെറ്റുകൾ ചെറിയ തെറ്റാണ് എന്നും പറയാറുണ്ട്. അങ്ങനെയൊന്നില്ല. തെറ്റുകൾ വലുതാണോ ചെറുതാണോ എന്നുള്ളത് ഓരോരുത്തർക്കനുസരിച്ചിരിക്കും. എനിക്ക് ചിലപ്പം സൊസൈറ്റി പറയുന്ന വലിയ തെറ്റുകൾ എനിക്ക് ചെറുതായിട്ട് തോന്നിയേക്കാം, എന്നാൽ
സൊസൈറ്റി പറയുന്ന ചെറിയ തെറ്റുകൾ എനിക്ക് വലുതായിട്ടും തോന്നിയേക്കാം. കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ വേറൊരു പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് സംസാരിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേറൊന്നുമില്ല, ജസ്റ്റ് ചാറ്റിങ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഞാൻ ക്ഷമിക്കണോ വേണ്ടയോ എന്ന് എന്നോട് ആ കുട്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു അതിനെപ്പറ്റി മറുപടി ഒന്നും പറയാതെ, പക്ഷേ അയാൾ നല്ല ആളാണ്, പക്ഷേ അയാൾ ഇങ്ങനെയാണ്, പക്ഷേ അയാൾ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അതിന് മാത്രം പ്രോപ്പറായിട്ടുള്ളൊരു മറുപടി ഇല്ല. ഓക്കെ, അപ്പോൾ അവസാനം പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ശരി, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ മുമ്പോട്ട് പൊക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ചോദിക്കുവാണ് എന്നാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഞാൻ ക്ഷമിക്കണോ? നോക്ക്, ഇത് എൻ്റെ ലൈഫല്ല. ആണോ? അല്ല, നിങ്ങളുടെ ലൈഫാണ്. അപ്പം നിങ്ങൾക്കാണ് മനസ്സിലാവേണ്ടത് അത് ശരിയാണോ തെറ്റാണോ എന്ന്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങളുടെ തീരുമാനമാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഫാമിലി ലൈഫാണ് അല്ലേ? അത് നന്നായാലും ചീത്തയായാലും മറ്റുള്ളവർ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. ഒരു 100 പേരോട് ചോദിച്ചു നോക്കും, 100 പേർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും. നമ്മൾ അതിൽ മെജോറിറ്റി നോക്കുക ചെയ്യുന്നത്, ശരിയല്ലേ? അങ്ങനെ മെജോറിറ്റി നോക്കേണ്ട കാര്യമില്ല. നമ്മളെ നോക്കിയ 100 പേരുടെ മെജോറിറ്റി ആയിരിക്കും ചിലപ്പോൾ അത്, വേറെ 100 പേരുടെ മെജോറിറ്റി ചിലപ്പോൾ വേറെ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനം നോക്കുക. അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. വേറൊരാളോട് നമ്മൾ എപ്പോഴാണ് ചോദിക്കുകയെന്നറിയോ? എൻ്റെ തീരുമാനം എങ്ങാനും തെറ്റിപ്പോയാലോ, എൻ്റെ തീരുമാനം തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാലോ. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ, അറിയാതെ നമ്മൾ സബ് കോൺഷ്യസ്ലി ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളൊരു തെറ്റ് ചെയ്തു, അത് വേറൊരാൾ പറഞ്ഞിട്ടാണെങ്കിൽ അവരുടെ മേൽ ആ കുറ്റം ചേർത്ത് നമുക്ക് രക്ഷപ്പെടാലോ. അതൊരു ടൈപ്പ് എസ്കേപ്പിസമാണ്. അതുകൊണ്ട് കാര്യമില്ല, നമ്മളെ തന്നെ നമ്മൾ കബളിപ്പിക്കുക അവിടെ ചെയ്യുന്നത്. സോ എന്ത് തീരുമാനം എടുത്താലും അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ബാക്കി എന്താണോ അത് നമ്മൾ തന്നെ അനുഭവിക്കാൻ റെഡിയാവണം. അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നമ്മൾ എടുക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ഒരാൾക്കേ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എത്ര നാൾ വേറൊരാളുടെ അഭിപ്രായം ചോദിച്ചിരിക്കും? എത്ര നാൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിരിക്കും? എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ തന്നെ കുറ്റമായിട്ട് വരില്ലേ? അത് നിങ്ങളുടെ തന്നെ റിഗ്രറ്റ് ആയിട്ട് വരില്ലേ? ഇനി അതൊക്കെ പോട്ടെ, അവസാനം ആരുടെ ജീവിതമാണ് പോകുന്നത്? അവരുടെയാണോ? അല്ല, നിങ്ങളുടെ ജീവിതമാണ് പോകുന്നത്. സോ ഒരു തെറ്റ് ചെറുതാണോ വലുതാണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അതുപോലെ ആ തെറ്റ് ക്ഷമിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണോ നിങ്ങൾ തന്നെയാണ്. ഇനി ഇവിടെ സൊസൈറ്റൽ സ്റ്റാൻഡേർഡ്സിന് എതിരായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ നാട്ടിൽ സൊസൈറ്റൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ആരോടെങ്കിലും ഒരു താല്പര്യം തോന്നി, അവരുമായിട്ടൊരു റിലേഷൻഷിപ്പായി, നമ്മുടെ പാർട്ട്ണർ വേറൊരാളുടെ റിലേഷൻഷിപ്പായി, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം ഒഴിവാക്കിയേക്കും എന്നാണ് ഒരു 90% ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഞാനിപ്പോൾ UK-ലാണല്ലോ, ഇവിടെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇവിടെ വെസ്റ്റേൺ കൾച്ചറാണ്. ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം. ഒരാൾക്ക് തന്നെ 2-3 ഭാര്യമാർ, അതായത് ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു, കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞ് അവർ ഡിവോഴ്സായി, അടുത്ത ആളെ കല്യാണം കഴിച്ചു, ഡിവോഴ്സായി, അടുത്ത ആളെ കല്യാണം കഴിച്ചു, ചിലപ്പോൾ കല്യാണം കഴിക്കത്തേ ഇല്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കല്യാണം കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനുള്ള ഒരു നാട്ടിൽ ഞാൻ ഒരാളോട് സംസാരിച്ചു. ആ പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷമായി കേട്ടോ, 10-20 അതിൽ കൂടുതലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ മാരേജ് ലൈഫിൻ്റെ സീക്രട്ട്, എന്താണ് നിങ്ങൾ നന്നായിട്ട് പോകുന്നതിൻ്റെ സീക്രട്ട് എന്ന് ചോദിച്ചു. പുള്ളിക്കാരി പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഐ ഹാഡ് ടു ഫൊർഗിവ് ഹിം. ഞാൻ അവനോട് ക്ഷമിച്ചു. എൻ്റെ മക്കൾ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ക്ഷമിച്ചേ, എന്തിനാ അമ്മ എപ്പോഴും അയാളോട് നിൽക്കുന്നേ, ക്ഷമിക്കാതിരുന്നൂടായിരുന്നു, വേർപെടുത്തിക്കൂടായിരുന്നു ബന്ധം. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ക്ഷമിച്ചു, എനിക്ക് എൻ്റെ ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ എൻ്റെ ഹസ്ബൻഡ് കൂടെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, സോ അതുകൊണ്ട് തന്നെ എനിക്ക് ക്ഷമിക്കേണ്ടി വന്നു, ഞാൻ ക്ഷമിച്ചു. ഇങ്ങനെയുള്ള ഒരു കൾച്ചറുള്ള ഈ ഒരു നാട്ടിൽ ആ ഒരാൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പാടില്ല. സോ ക്ഷമിക്കുക എന്നുള്ളതിന് ഒരു ലിമിറ്റേഷനും ഇല്ല. പക്ഷേ ഒരു പോയിന്റ് ഞാൻ എടുത്തു പറയാം, ക്ഷമിക്കാൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ശരി, വൺസ് നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി പറയാൻ പാടില്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്തു,
അതായത് നിങ്ങളുടെ പാർട്ണർ ഒരു തെറ്റ് ചെയ്തു, നിങ്ങൾ അതിനോട് ക്ഷമിച്ചു, പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നിട്ടും ഞാൻ ക്ഷമിച്ചില്ലേ, അങ്ങനെ പറയാനാണെങ്കിൽ ആ ബന്ധം അവിടെ വേർപെടുത്തുന്നത് തന്നെ ഞാൻ നല്ലത്. അതേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പറയാൻ പാടില്ല. ഇവിടെ ഞാൻ സീരിയസ് ആയിട്ടാണ് പറയണത്. ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പറയാൻ പാടില്ല. ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നേക്കുക. നിങ്ങളിങ്ങനെ ഞാൻ മറന്നു എന്ന് നിങ്ങളുടെ തല ഇങ്ങനെ ചൊറിഞ്ഞിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മായച്ച് കളഞ്ഞോളാം. ഇനി അതല്ല, ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. ക്ഷമിക്കുവാണെങ്കിൽ ജീവിതകാലം മൊത്തം ക്ഷമിക്കുക. പിന്നെ അതിനെപ്പറ്റി ഒരു വാക്ക് പോലും ഒരിക്കൽ പോലും അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്ത ക്ഷമ ഒന്നും അല്ലാതായി പോവുക ചെയ്യുക, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി ക്ഷമിക്കണോ വേണ്ടയോ എന്ന് ഞാൻ പറഞ്ഞ ഈ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയോക്ക്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുവാണ്, ആ പെൺകുട്ടിയല്ല നിങ്ങൾ, അല്ലെങ്കിൽ ആ ആളല്ല നിങ്ങൾ. ആണായാലും പെണ്ണായാലും നിങ്ങളുടെ തീരുമാനമാണ് ക്ഷമിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇനി ക്ഷമിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനമൊക്കെ നിങ്ങളെടുത്തു. അടുത്തതായിട്ട് വരുന്ന ചോദ്യം, ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല, എനിക്ക് ഈ ബന്ധം വേർപെടുത്തണം എന്നാണ് എന്ന് ആണെങ്കിൽ ഇനി വരുന്ന അടുത്തൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ എന്നോട് ചോദിച്ചു വന്നവരോട് ഞാൻ ചോദിച്ച ചോദ്യമാണ്. എല്ലാവർക്കും ഞാൻ ഭയങ്കര റൂഡാന്ന് തോന്നി കേട്ടോ. ഞാൻ ആക്ച്വലി റൂഡായതല്ല. അവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയുവാണ് ഞാൻ റൂഡായതല്ല. ഇങ്ങനെ നിങ്ങളുടെ ഒറിജിനൽ ഇമോഷൻസിനെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അവർ റൂഡാണെന്ന് തോന്നും. ഞാനും ഒരുപാട് പേരോട് സംസാരിച്ചപ്പം എൻ്റെ ഉള്ളിലുള്ള എൻ്റെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ അവർ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അവർ റൂഡാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് റൂഡായതല്ല, അങ്ങനെ നമുക്ക് മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചു എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ആദ്യം 2 പീസ് പേപ്പർ എടുക്കുക, എന്നിട്ട് എഴുതുക, എൻ്റെ പാർട്ട്ണർ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നെഴുതുക. രണ്ടാമത്തത്, എൻ്റെ പാർട്ട്ണറിനോട് ഞാൻ ക്ഷമിച്ച് ഈ ജീവിതം ഞങ്ങൾ ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതം എന്നും ചിന്തിക്കുക. ഇനി ഇത് 2 എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് 2 കൂടെ കമ്പയർ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പറ്റും ചിന്തിക്കുക, അതിനനുസരിച്ച് മുമ്പോട്ട് പോവുക. അല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, ഓക്കെ അവൻ നിന്നെ തല്ലി ഒരാളുടെ കൂടെ നിങ്ങൾ ജീവിക്കേണ്ട കാര്യമില്ല, അവൻ നിന്നെ ഉപദ്രവിച്ച ഒരാളുടെ കൂടെ ജീവിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതൊക്കെ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ തീരുമാനമാണ്, ഒരാളുടെയും തീരുമാനം ആവരുത്. നിങ്ങൾക്ക് തോന്നുവാണ് ഓക്കെ എന്നെ തല്ലി, ഇനി എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല, എനിക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ പറയാം. അല്ല, എന്നെ തല്ലി, ഞാൻ അയാളോട് സംസാരിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രിഗർ ഉണ്ടായത്, എന്തുകൊണ്ടാണ് എന്നെ തല്ലിയത് എന്ന് ഞാൻ സംസാരിച്ച് ആ ട്രിഗർ ഇനി വരാതെ നോക്കി മുമ്പോട്ട് പോവുക. അങ്ങനെയും ചിന്തിക്കാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ ഗൈഡ് ലൈൻസ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണോ ശരിയായി തോന്നുന്നത് അതിനനുസരിച്ച് വേണം മുമ്പോട്ട് പോകാൻ. ഇനി അതല്ല, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ കാറ്റഗറിയിലാണെങ്കിൽ, മറ്റുള്ളവർ എന്ത് പറയുന്നു അതിനനുസരിച്ച് പോകാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടും വേറെ കുറേ വീഡിയോസ് തപ്പി നോക്കും, ഞാൻ ഭർത്താവിനോട് ക്ഷമിക്കണോ എന്നുള്ള വേറെ കുറേ വീഡിയോസ് നിങ്ങൾ തപ്പി നോക്കും. അങ്ങനെ നിങ്ങൾ തപ്പി നോക്കിയെങ്കിൽ നിങ്ങൾക്കുള്ള വാണിംഗ് ആണ്, നിങ്ങൾ പെട്ടു. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൻ്റെ കൺട്രോളിലാണ്, നിങ്ങൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. എന്നായാലും ഇപ്പോൾ ഏറ്റെടുത്തില്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള റിസൾട്ട് പിന്നാലെ വരും. സോ ആലോചിച്ച് നോക്കുക, ഒരു വൈസായിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുവാണ്. ഞാൻ നേരത്തെ തുടക്കത്തിലും പറഞ്ഞായിരുന്നു, എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ വലിയ ക്വാളിഫിക്കേഷൻ ഉള്ള ആളല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഫാമിലീസിനെയും ഒരുപാട് കപ്പിൾസിനെയൊക്കെ കണ്ടത് വെച്ചും അവരുടെ മോശം റിലേഷൻഷിപ്പൊക്കെ കണ്ടിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ കുട്ടികളുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. അത് പാർട്ട്ണറിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.